കൂട്ടുകാരെ, എല്ലാവർക്കും മാസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ് വഴികാട്ടി പ്രവർത്തന പാഠങ്ങളിലെ സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രം വർക്ക്ഷീറ്റാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്ലാസ് 6 സോഷ്യൽ സയൻസ് ആക്ടിവിറ്റി 1. To know Delhi. ഡൽഹിയെ അറിയാൻ. Delhi has been the center of administration since 8th century. Many historical monuments were built during that period. Some of such historical monuments are given below. Identify them and write down their names in the space given on the next page. ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രം 8ാം നൂറ്റാണ്ട് മുതൽ ഡൽഹിയാണ്. ഓരോ ഭരണകർത്താവും നടത്തിയ ഭരണത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഡൽഹിയിൽ തലയുയർത്തി നിൽപ്പുണ്ട്. അത്തരം ചില ചരിത്ര സ്മാരകങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി മറുപുറത്തെ വരികളിൽ എഴുതുക. അപ്പോൾ പിക്ചർ 1 ഏതാണ്? കുത്തുബ് മിനാർ. പിക്ചർ 2 അയൺ പില്ലർ. പിക്ചർ 3 റെഡ് ഫോർട്ട്. പിക്ചർ 4 താജ്മഹൽ. പിക്ചർ 5 ഇന്ത്യ ഗേറ്റ്. പിക്ചർ 6 ജുമാ മസ്ജിദ്. അപ്പോൾ നമ്മളിവിടെയാണ് അത് എഴുതേണ്ടത്. 1 കുത്തുബ് മിനാർ, 2 അയൺ പില്ലർ, 3 റെഡ് ഫോർട്ട്, 4 താജ്മഹൽ, 5 ഇന്ത്യ ഗേറ്റ്, 6 ജുമാ മസ്ജിദ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ റൂളർ select a place as the center of administration, many features will be considered. Some of them are given below. Complete the list. ഒരു സ്ഥലം ഭരണസിരാ കേന്ദ്രമായി തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ഘടകങ്ങളായിരിക്കും ഒരു ഭരണകർത്താവ് പരിഗണിക്കുക? ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത. അടുത്തത് പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ പ്ലേസ് ദാറ്റ് വുഡ് പ്രൊട്ടക്ട് ദം ഫ്രം എനിമീസ്, ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം കിട്ടുന്ന പ്രകൃതി. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പോർട്സ് കൊടുക്കാം അല്ലേ? തുറമുഖങ്ങൾ. നെക്സ്റ്റ് സിറ്റീസ്, നഗരങ്ങൾ. ഇതെല്ലാമാണ് ഒരു ഭരണകർത്താവ് ഒരു സ്ഥലം ഭരണസിരാ കേന്ദ്രമായി തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കുന്ന കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്കിവിടെ ഒരു മാപ്പിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫീച്ചേഴ്സ് മെൻഷൻ എബവ് മേഡ് ഡൽഹി ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ? ഫൈൻഡ് ദം ഔട്ട് ഫ്രം ദ മാപ്പ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ഡൽഹിയെ ഭരണസിരാ കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? ഭൂപടം നോക്കി കണ്ടെത്തൂ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എന്താണ്? ഡാറ്റ കളക്റ്റഡ് ഫ്രം ദ മാപ്പ്, ഭൂപടത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ. പിന്നെ അഡ്വാൻറ്റേജസ്, ഇവ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ആദ്യം മാപ്പിൽ കാണുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ, ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്, യമുന റിവർ അല്ലേ? സിന്ധു ഗംഗാ സമതലം, യമുന നദി, ആരവല്ലി പർവ്വതനിരകൾ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ ഡാറ്റ കളക്ട് ഫ്രം ദ മാപ്പ് എന്നുള്ള കോളത്തിൽ എഴുതേണ്ടത്. ഇനി അഡ്വാൻറ്റേജസ് നോക്കാം, ഇവ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അപ്പോൾ നമുക്കറിയാം ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിന്. സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ട പോയിന്റുകൾ, അഡ്വാൻറ്റേജസ് എന്നുള്ള കോളത്തിൽ നമ്മൾ എഴുതേണ്ട പോയിന്റുകൾ. ഫസ്റ്റ് പോയിന്റ്, ദ ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ ഹാസ് ബീൻ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. അതായത് ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ഠത കാർഷിക പുരോഗതിക്ക് സഹായകരമായി. അടുത്ത പോയിന്റായിട്ട് എഴുതേണ്ടത്, ദീസ് മൗണ്ടെയിൻ റേഞ്ച് ഹെൽപ്ഡ് ഡൽഹി ടു റെസിസ്റ്റ് ദ ഇൻവേഷൻസ് ഓഫ് എനിമീസ്. അതായത് ഈ പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ
ഡൽഹിയെ സഹായിച്ചു. The massive rocks of his mountain range supplied the stones for the construction of forts and buildings. ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. അടുത്ത പോയിൻ്റായിട്ട് എഴുതേണ്ടത് ദ റിവർ യമുന facilitated water transportation and ensured enough water supply for Delhi. യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതിനൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. It was these geographical features that attracted the rulers of Delhi. അപ്പോൾ ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ് ഭരണാധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ കൂട്ടുകാർ, ഡാറ്റ കളക്റ്റഡ് ഫ്രം ദ മാപ്പ് എന്നുള്ളിടത്ത് ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ എന്ന ഫസ്റ്റ് പോയിൻ്റ്, നെക്സ്റ്റ് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ്, നമ്മൾ ഈ ഭൂപടത്തിൽ കാണുന്ന ഈ വിവരങ്ങളാണ് എഴുതുന്നത്. പിന്നെയോ യമുന റിവർ അല്ലേ. ഇനി അഡ്വാൻറ്റേജസ് എന്നുള്ളിടത്ത് ഫസ്റ്റ് പോയിൻ്റ് എഴുതേണ്ടത് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ ഹാസ് ബീൻ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. നെക്സ്റ്റ് പോയിൻ്റ് ദീസ് മൗണ്ടെയിൻ റേഞ്ച് ഹെൽപ്ഡ് ഡൽഹി ടു റെസിസ്റ്റ് ദ ഇൻവേഷൻസ് ഓഫ് എനിമീസ്. നെക്സ്റ്റ് പോയിൻ്റ് ദ മാസീവ് റോക്സ് ഓഫ് ദിസ് മൗണ്ടെയിൻ റേഞ്ച് സപ്ലൈഡ് ദ സ്റ്റോൺസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫോർട്ട്സ് ആൻഡ് ബിൽഡിങ്സ്. നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് എഴുതേണ്ടത് ദ റിവർ യമുന facilitated water transportation and ensured enough water supply for Delhi. Activity 2. Dynasties and rulers. രാജവംശങ്ങൾ, ഭരണാധികാരികൾ. Delhi became the first administrative center in 8th century during the period of Tomar dynasty of Rajputra kingdom. ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത് CE 8ാം നൂറ്റാണ്ടിൽ രാജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ്. തൊമര രാജാക്കന്മാരെ തുടർന്ന് ആരൊക്കെയാണ് ഡൽഹി ഭരിച്ചത്? ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് ആഫ്റ്റർ ദ തൊമർ കിങ്സ് ദ ചൗഹാൻ ഡൈനാസ്റ്റി റൂൾഡ്. തൊമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവർ ഭരണം നടത്തി. നെക്സ്റ്റ്, മുഹമ്മദ് ഓഫ് ഗോറി became the ruler of Delhi after defeating the last ruler of the ചൗഹാൻ കിങ്ഡം, പൃഥ്വിരാജ് ചൗഹാൻ. ചൗഹാൻ രാജവംശത്തിലെ അവസാന രാജാവായ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി ഗോറിയിലെ മുഹമ്മദ് ഡൽഹിയിൽ ഭരണാധികാരിയായി. ആഫ്റ്റർ Muhammad of Ghori, his army head Qutbuddin Aibak became the ruler of Delhi on CE 1206. ഗോറിയിലെ മുഹമ്മദിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സേനാനായകനായ ഖുത്ബുദ്ദീൻ ഐബക്ക് CE 1206 ഡൽഹിയിൽ ഭരണമാരംഭിച്ചു. The kingdom of Qutbuddin was known as Mamluk dynasty, slave kingdom. ഖുത്ബുദ്ദീൻ രാജവംശം മംലൂക്ക് വംശം അഥവാ അടിമ വംശം എന്ന് അറിയപ്പെടുന്നു. ഇനി ലാസ്റ്റ്, ഫ്രം CE 1206 to CE 1526, 5 kingdoms ruled Delhi. They were called as sultans and the period is called as sultanate. CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി 5 രാജവംശങ്ങൾ ഭരണം നടത്തി. അവർ സുൽത്താൻമാർ എന്നും ഈ കാലം സൽത്തനത്ത് എന്നും പറയുന്നു. Check whether the following statements are true or false. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിലെ ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. അപ്പം നമ്മളതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചു അല്ലേ.
അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ്, പൃഥ്വിരാജ് ചൗഹാൻ വാസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് തൊമർ ഡൈനാസ്റ്റി. തൊമർ രാജവംശത്തിലെ അവസാന രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു. അത് നമുക്കറിയാം, അത് ഫാൾസ് ആണല്ലേ, തെറ്റാണ്. അടുത്തതോ, കുത്ബുദ്ദീൻ ഐബക്ക് വാസ് ദ ആർമി ഹെഡ് ഓഫ് മുഹമ്മദ് ഓഫ് ഗോറി. കുത്ബുദ്ദീൻ ഐബക്ക് ഗോറിയിലെ മുഹമ്മദിൻ്റെ സേനാനായകൻ ആയിരുന്നു. അത് ട്രൂ ആണ്. ഇനി മൂന്നാമത്തത്, ദ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ കുത്ബുദ്ദീൻ ഐബക്ക് വാസ് കോൾഡ് സ്ലേവ് ഡൈനാസ്റ്റി. കുത്ബുദ്ദീൻ രാജവംശം അടിമവംശം എന്ന് അറിയപ്പെടുന്നു. അത് ട്രൂ ആണ്. അപ്പോൾ അടുത്ത 2 പോയിന്റ് കൂട്ടുകാർ കണ്ടെത്തി എഴുതണം. ഓക്കെ. ഇൽതുത്മിഷ് came to power after the region of Qutbuddin Aibak. The region under his empire is shown in the map below. കുത്ബുദ്ദീൻ ഐബക്കിനു ശേഷം അധികാരത്തിൽ വന്നത് ഇൽതുത്മിഷ് ആയിരുന്നു. ഇൽതുത്മിഷിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഭൂപടം ചുവടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഭൂപടം തന്നിട്ടുണ്ട്. ഇനി എന്താണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. Observe the map of present India and mark places which were once regioned by Iltutmish. ഇന്നത്തെ ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ച് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇൽത്തുമിഷിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നത് എന്ന് രേഖപ്പെടുത്തുക. ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് അല്ലേ? അപ്പോൾ കൂടുതൽ കൂട്ടുകാർ നോക്കി എഴുതണം. നെക്സ്റ്റ്, നെയിം ദ റൂളർ ഹൂ ഇംപ്ലിമെൻറ്റഡ് എ യൂണിഫോം മൊണറ്ററി സിസ്റ്റം ഡ്യൂറിങ് ദ റീജിയൻ ഓഫ് സുൽത്താനേറ്റ്സ്. സുൽത്താൻമാരുടെ ഭരണകാലത്ത് ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ഇൽതുത്മിഷ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ കോയിൻസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഇൽതുത്മിഷ്. ഇൽതുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളുടെ പേരുകൾ എന്താണ്? തങ്ക, ജിതൽ. ആക്ടിവിറ്റി 3, സ്റ്റഡി ദ മാപ്പ്. ഗിവൻ ബിലോ is the map of the empire of Chola kings. You can see that the Chola kingdom had extended to parts outside India. Compare this map with the world map. അപ്പോൾ മൂന്നാമത്തെ പ്രവർത്തനം ഭൂപട നിരീക്ഷണമാണ്. ചോള രാജാക്കന്മാരുടെ ഭരണപ്രദേശം ഏറ്റവും വിസ്തൃതമായ കാലഘട്ടത്തിലെ ഭൂപടമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഭൂപടം നിരീക്ഷിക്കൂ. ചോള സാമ്രാജ്യം ഇന്ത്യക്ക് പുറമെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചതായി കാണുന്നില്ലേ? ഈ ഭൂപടത്തെ ഇന്നത്തെ ലോക രാഷ്ട്രീയ ഭൂപടവുമായി ഒത്തുനോക്കൂ. ഇന്ത്യക്ക് പുറമെ ഏതെല്ലാം ലോക രാജ്യങ്ങളിലേക്കാണ് ചോള സാമ്രാജ്യം വ്യാപിച്ചിരിക്കുന്നത്? രാജ്യങ്ങളെ പട്ടികപ്പെടുത്തൂ. വിച്ച് ആർ ദ അതർ കൺട്രീസ് ടു വിച്ച് ദ ചോള റൂൾ വാസ് എക്സ്റ്റെൻഡഡ്? ലിസ്റ്റ് ഔട്ട് ദ നെയിംസ് ഓഫ് ദോസ് കൺട്രീസ്. ചോള സാമ്രാജ്യം ഇന്ത്യക്ക് പുറമെ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത്? അപ്പോൾ നമുക്കിവിടെ ചോള സാമ്രാജ്യം ഇന്ത്യക്ക് പുറമെ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ളതിനുള്ള മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ കൂട്ടുകാർ ഒന്ന് നിരീക്ഷിക്കൂ. ഏതൊക്കെയാണ്? ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ, പിന്നെ ഇന്തോനേഷ്യൻ ദ്വീപുകൾ അല്ലേ? അപ്പോൾ നിങ്ങൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ, ഐലാൻഡ്. അപ്പോൾ അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഭൂപട നിരീക്ഷണത്തിലൂടെ ചോളന്മാരുടെ വ്യാപനത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനം മലയാളം മീഡിയക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് മിസ്സായി പോയതാണ്. അപ്പോൾ ഞാൻ ആ കുറിപ്പ് പറയാം. CE 9-ാം നൂറ്റാണ്ടിലൂടെയാണ് ചോള രാജവംശം പ്രബലമായത് എന്ന് നമുക്കറിയാം അല്ലേ? ആരൊക്കെയായിരുന്നു ഭരിച്ചിരുന്നത്? രാജരാജ ചോളനും
രാജേന്ദ്ര ചോളനും അല്ലേ പ്രധാന ചോള ഭരണാധികാരികൾ. ഇനിയോ ശക്തമായ നാവികസേന ചോള രാജാക്കന്മാർക്കുണ്ട് അല്ലേ. ഇവരുടെ സ്വാധീനം മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും എഴുതേണ്ടത്. ദ ചോള ഡൈനാസ്റ്റി ബിക്കെയിം പവർഫുള്ളി ബൈ CE 9th century. Raja Chola and Rajendra Chola were the prominent Chola rulers. The Cholas had a powerful navy. The influence of the Cholas was extended even to countries like Malaysia and the Indonesian islands. Observe the മാപ്പിൽ അതൊക്കെയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് വേണം ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇത് നിങ്ങളൊരു എക്സാം പോലെയാണ് ചെയ്യേണ്ടത്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.